പേരാണേ. ഹലോ, ഈ നട്ടിച്ച വെയിലത്ത് എങ്ങോട്ടാ? ബിരിയാണി ഫസ്റ്റ് എവിടെയാ? പുന്നപ്രേലി ഓ, ഞാനും പുന്നപ്ര ബാങ്കിലേക്കാ. ഓ, ഞാൻ പോകട്ടെ. ബൈ ബൈ. ചങ്ക് ഭരിച്ചങ്ങുതന്നിടുന്നൊരാണുങ്ങളുള്ളൊരു നാടാണേ, ചങ്കായി ചേരുന്നൊരുള്ളൊരു നാടാണേ. പണിയായില്ലേ? പോരുന്നു എന്റെ കൂടെ. വന്ന ബിരിയാണി വാങ്ങി തരാം. ബിരിയാണി ഒരു ഭാഗത്തൂടെ പൊരിച്ച കോഴിൻ്റെ മണം. അതായത് പൊരിച്ച കോഴിയിലാണ് കുറേ പേര് ബിരിയാണി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു മണം കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ ദമ്മിലിങ്ങനെ വെന്ത കോഴീൻ്റെ മണമില്ലേ, അങ്ങനെ ഒരു മണം. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ, വല്ലാത്തൊരവസ്ഥ. എന്തായി, തുടങ്ങിയോ? തുടങ്ങി. ദമ്മ് പൊട്ടിച്ച് ജഡ്ജസ് വന്നു. ജഡ്ജസ് പതുക്കെ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കണു. ഇനി പതുക്കെ റിസൾട്ട് അറിയാം. ഇന്നത്തെ ബിരിയാണി നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ്. എസൻസുകൾ ഒന്നും ചേർക്കാതെ ചിക്കന്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ രമ്പയിലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ബിരിയാണി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നോർമലി എങ്ങനെ വെപ്പ് പരിപാടിയൊക്കെ ഉണ്ടോ? ഞാൻ 14 വർഷമായിട്ട് കുക്കറി കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ സ്ഥിരം പുള്ളിയാണ് ആണല്ലേ? അതാണ് കോൺഫിഡൻസ്. അതാണ് ഒടുക്കാത്ത കോൺഫിഡൻസ്. ഒന്ന് മണത്തോട്ടെ അല്ലേ? പിന്നെ ധൈര്യമായിട്ട് നോക്കിക്കോ. ഇതുവരെയുള്ള ജില്ല, ഇതിപ്പോൾ ആലപ്പുഴ അടക്കം 10ാമത്തെ ജില്ല. ഇനി 4 ജില്ലയെ ബാക്കിയുള്ളൂ. ഈ 10 ജില്ലയിൽ ഈ ആലപ്പുഴ ജില്ലയിൽ ഞാൻ കണ്ട വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 2 പേര്, അതായത് അമ്മയും മകളും മത്സരിക്കുന്നു. അങ്ങനെ 2 അമ്മയും മകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതാ ഒരാൾ ഇതാണ്. എന്താ പേര്? രഹന. പേര് മിൻഹ. ഇങ്ങനെ കുക്കാണോ മകള്? മകൾ നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മയേക്കാൾ നല്ല ബെറ്റർ കുക്ക് ചെയ്യും. ഉറപ്പാണോ? ഒരു നാണം വന്നല്ലോ. അല്ല, എന്ത് ബിരിയാണിന്റെ പേരെന്താ? നമ്മൾ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, അങ്ങനെ ഹൈദരാബാദി. ഞങ്ങളുടെ നോർമൽ ബിരിയാണിയാണ്. അതിന് പേര് എങ്ങനെ കറക്റ്റ് വന്നിട്ടില്ല. ഇത്തന്റെ പേരെന്തായിരുന്നു? രഹന. അപ്പൊ രഹന ബിരിയാണി വിളിക്കാം അല്ലേ? അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞു. കുഴപ്പമില്ലല്ലോ. ദം പൊട്ടിച്ചോ? പൊട്ടിച്ചു. ഞങ്ങൾ ഒന്നും കൂടെ അടിച്ചു വെച്ചതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ 2ാമത്തെ അമ്മയും മകളും ഇവരാണ്. എന്താ പേര്? ഞാൻ വിട്ടുപോയി. പേരെന്തായിരുന്നു? ബിന്ദു. ഉണ്ണിമായ. ഈ എന്താ റെസിപ്പി? അമ്മയും മകളും ഒരേ സെയിം റെസിപ്പിയാണോ? സെയിം എങ്കിലും ഇച്ചിരിയൊക്കെ മാറ്റമുണ്ട്. ഉണ്ട്. അവ പറഞ്ഞു കൊടുത്തോ? ഐഡിയ പറഞ്ഞു കൊടുത്തോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ നോർമൽ കുക്കാണോ? അങ്ങനെ വീട്ടിലെങ്ങനെയാ? അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ നന്നായിട്ട് കഴിക്കും. എന്നെ പോലെ സെയിം പിച്ച്. നമ്മൾ ഓരോ ജില്ലയും കടന്നിങ്ങനെ എത്തുമ്പോൾ ഓരോ സ്ഥലത്തും ദമ്മിടുന്നത്. കാരണം മൈദ വെച്ചിട്ട് ദമ്മിടും. ചില ആൾക്കാർ അതിനെ വല്ല വെയിറ്റ് വെക്കും, ചിലർ വെള്ളം കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി വെറൈറ്റി ആക്കിയിട്ട് നമ്മുടെ പഴയ അമ്മിക്കല്ല്, എന്തെങ്കിലും പറയാം, ഉരുളില്ലേ? എന്താ ഇവിടെ പറയാ ഇതിന്? അല്ലേ? ഇതെന്താ കയറ്റി വെച്ചേക്കുന്നത്? മലയാളിയല്ല, തമിഴ്നാടാ? ഊരെങ്കെ? നാഗർകോവിൽ. അപ്പൊ എങ്കൈ ആലപ്പി. അടിപൊളി. കുറെ വർഷമായോ? ആയി. മലയാളം നല്ല അറിയാം? മനസ്സിലാവും. പ്രൊനൗൺസ് നിങ്ങളെ പോലെ വരത്തില്ല, പക്ഷെ പറയാൻ പറ്റും. അപ്പൊ എന്താ വെറൈറ്റി ബിരിയാണി? ഇതിന്റെ പേര് നാഞ്ചിൽ ബിരിയാണിയാണ്. നാഞ്ചിൽ ബിരിയാണി. നാഞ്ചിൽ എന്ന് വെച്ചാൽ നാഗർകോവിലാണ് ഞങ്ങൾ നാഞ്ചിൽ എന്ന് പറയും. ഈ തമിഴ്നാട്ടിലെ ഫേമസ് ബിരിയാണി ആമ്പൂർ ബിരിയാണി, തലപ്പാക്കട്ടി ബിരിയാണി, അതൊക്കെ ഉണ്ട്. അതുപോലെയാണ് ഇത് എന്റെ ഹോം മെയ്ഡ് റെസിപ്പി വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു ബിരിയാണി. തേർഡ് പ്രൈസ് വിന്നർ ആയിട്ടുള്ള സെഹ്റ ആൻഡ് അഫ്രീന, നല്ലൊരു കൈയടി. തേർഡ് പ്രൈസ് ആണ്. ദിസ് ഈസ് സെക്കൻഡ് പ്രൈസ് വിന്നർ സുജന. മാതൃഭൂമി കേരള ബിരിയാണി ക്യൂൻ. ഫസ്റ്റ് പ്രൈസ് ദീപ്തി. നല്ല വെന്ത ബിരിയാണി അരിയും കോഴിയിറച്ചിയും വരട്ടിയ സവാളയും നെയ്യൊക്കെ ഇട്ട നല്ല ദം ബിരിയാണി. അത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന മണം, അന്തസ്. പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കഴിച്ചാൽ കാണിക്കാം. എന്തായാലും നാളെ മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.